ഒരു ട്രോമാറ്റിക് ഇവന്റ് എപ്പോഴും ഭയപ്പെടുത്തുന്നതായിരിക്കാം. ഇത് നിങ്ങളുടെ ജീവന ഭീഷണിയോ നിങ്ങളെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള എന്തെങ്കിലും സംഭവിക്കാം എന്ന പേടിയോ ഉണ്ടാക്കിയേക്കാം. അതോടൊപ്പം തന്നെ എളുപ്പത്തിൽ ഞെട്ടലുണ്ടാക്കുകയോ പരിഭ്രാന്തരെ തോന്നുകയോ ഉറക്കത്തിന് തടസ്സമുണ്ടാവുകയോ വിശ്രമിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവുകയോ ചെയ്യാം. ഒരു ട്രോമാറ്റിക് ഇവന്റിനെ തുടർന്ന് ഉണ്ടാകുന്ന ദേഷ്യം, ഭയം, സങ്കടം അഥവാ മരവിപ്പ് അനുഭവപ്പെടുന്നതും സാധാരണ കാര്യങ്ങൾ ചെയ്യുന്നതിൽ ബുദ്ധിമുട്ടുണ്ടാവുന്നതും സ്വാഭാവികമാണ്. മിക്ക ആളുകൾക്കും ഏതാനും ആഴ്ചകൾക്ക് ശേഷമോ മാസങ്ങൾക്ക് ശേഷമോ ഇതിൽ നിന്നും സുഖം പ്രാപിക്കും. തുടർന്ന് അവർ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചെത്തുകയും ചെയ്യും. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടന്ന സംഭവത്തിന്റെ ചിന്തകൾ, ഓർമ്മകൾ, വികാരങ്ങൾ എന്നിവ നിങ്ങളെ അസ്വസ്ഥപ്പെടുത്തുകയോ ദൈനംദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ അഥവാ PTSD ഉണ്ടാവാം. PTSD എന്നത് ഭയപ്പെടുത്തുന്ന ഒരു സംഭവം അനുഭവിക്കുകയോ അതിന് സാക്ഷ്യം വഹിക്കുകയോ ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന ഒരു മാനസികാവസ്ഥയാണ്. അതിന് പ്രധാനമായും 4 തരം ലക്ഷണങ്ങളാണുള്ളത്. ഒന്നാമത്തെ ലക്ഷണമാണ് ഇൻട്രൂസീവ് മെമ്മറി. പേടി സ്വപ്നങ്ങളും ഫ്ലാഷ് ബാക്കുകളും അടങ്ങുന്ന അസ്വസ്ഥപ്പെടുത്തുന്ന ഓർമ്മകൾ. സംഭവവുമായി ബന്ധപ്പെട്ട ചിന്തകൾ, ആളുകൾ, സ്ഥലങ്ങൾ തുടങ്ങിയവ ഒഴിവാക്കുന്നതും നിങ്ങളെക്കുറിച്ചോ മറ്റുള്ളവരെ കുറിച്ചുള്ള നെഗറ്റീവ് ചിന്തകൾ കൂടാതെ നിസ്സഹായത, മരവിപ്പ് അനുഭവപ്പെടുക. എളുപ്പത്തിൽ ഞെട്ടുക, ഉറങ്ങാൻ ബുദ്ധിമുട്ടാവുക തുടങ്ങിയ ശാരീരികമോ വൈകാരികമോ ആയ മാറ്റങ്ങൾ. PTSD ചികിത്സിക്കാവുന്നതാണ്. ഒരു ട്രോമാറ്റിക് ഇവന്റിനെ കുറിച്ചുള്ള ചിന്തകളും വികാരങ്ങളും നിങ്ങളെ നിരന്തരം അസ്വസ്ഥരാക്കുന്നുണ്ടെങ്കിൽ ഒരു ഡോക്ടറുമായോ അല്ലെങ്കിൽ ഒരു മാനസിക ആരോഗ്യ വിദഗ്ധനുമായോ സംസാരിക്കൂ. PTSD ആർക്കും വരാം. ഇത് ലജ്ജിക്കേണ്ടതില്ല. ഇതുകൊണ്ട് നിങ്ങൾ മെന്റലി വീക്കെന്നോ കഴിവില്ലാത്തവരെന്നോ അർത്ഥമാക്കേണ്ടതില്ല. ശരിയായ സഹായം ലഭിച്ചാൽ PTSDയിൽ നിന്നും സുഖം പ്രാപിക്കാവുന്നതേ ഉള്ളൂ. നിങ്ങളൊരു ട്രോമാറ്റിക് ഈവന്റ് അതിജീവിച്ചതിനു ശേഷം ബുദ്ധിമുട്ട് അനുഭവിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് പോസ്റ്റ് ട്രോമാറ്റിക് സിൻഡ്രോം ഉണ്ടെന്ന് തോന്നുകയാണെങ്കിലോ നിങ്ങൾക്ക് പിന്തുണ നൽകാനും ഫലപ്രദമായ ചികിത്സ നൽകാനും ഒരു മാനസികാരോഗ്യ വിദഗ്ധനെ സമീപിക്കുക. So let's forgive the fear and welcome the change.